നമസ്കാരം. 2026 മാർച്ച് മാസം 10-ാം തീയതിയാണ് കുംഭമേളയിലെ വൈറൽ താരം മോണാലിസയും കാമുകൻ ഫർമാനും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ്റെ അടുക്കലെത്തുന്നത്. രണ്ടുപേരും കാമുകന്മാരാണെന്നും വിവാഹം കഴിക്കണമെന്നും ഹിന്ദുവും മുസ്ലിമുമായതിനാൽ വീട്ടിലും നാട്ടിലും അതിന് അനുവാദമില്ലെന്നും കേരളം ഇത്തരം കാര്യങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് എന്നറിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വച്ച് വിവാഹം കഴിക്കണമെന്നും സംരക്ഷണം വേണമെന്നും ഒക്കെയാണ് ഈ പറയുന്ന കാമുകന്മാർ വിദ്യാഭ്യാസ മന്ത്രിയോട് അഭ്യർത്ഥിച്ചത്. സത്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പന് ഒരവസരമായിരുന്നു അത്. അദ്ദേഹം ഒരു അവസരം തേടിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ദിവസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെയുള്ള ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ പ്രീണിപ്പിച്ചാൽ കിട്ടാൻ പോകുന്ന രാഷ്ട്രീയമായ ഫലം അത് കൃത്യമായി അറിയാവുന്നയാളാണ് വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം സഖാക്കളുടെ ക്ഷേത്രമായ നയനാർ ക്ഷേത്രം, അരുമാനൂർ നയനാർ ക്ഷേത്രത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ വെച്ച് വിവാഹം കഴിപ്പിക്കുന്നു. വിവാഹം കഴിപ്പിച്ച് വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം കഴിപ്പിക്കുന്നത്. അതായത് മോണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയായിട്ടില്ല. എങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യാജരേഖകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനന സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറും ഹാജരാക്കിയിട്ടാണ് ഇങ്ങനെ ഇവർക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത്. അതായത് ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ആരോടൊക്കെയോ വിളിച്ചു പറയുന്ന തരത്തിലുള്ള വിവാഹമാണ് നടന്നത്. ആ വിവാഹത്തിൽ പങ്കെടുത്തത് സാക്ഷാൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ രാജ്യസഭാംഗമായ A റഹീം. ഇവരടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതൃനിര തന്നെ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പിലാക്കി കൊടുക്കാൻ മുൻകൈയെടുത്തു. ശക്തമായ രാഷ്ട്രീയ സന്ദേശം വ്യക്തമാണ്. മാത്രമല്ല കൃത്യമായ രാഷ്ട്രീയ മുതലെടുപ്പ് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മോണാലിസയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തു വന്നു. മോണാലിസയുടെ മാതാവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അഭ്യർത്ഥന നടത്തുന്നു. തങ്ങളുടെ പ്രായപൂർത്തിയാകാത്ത മകളെ ഈ ഫർമാൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, കേരളത്തിൽ വെച്ച് വിവാഹം നടത്തിയിരിക്കുന്നു, ആ വിവാഹം അസാധുവാക്കണം. കാരണം പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. പെൺകുട്ടിയുടെ അമ്മ മധ്യപ്രദേശ് പോലീസിൽ സമർപ്പിച്ച ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം ഈ മോണാലിസ ജനിച്ചിരിക്കുന്നത് 2009 ഡിസംബർ മാസം 30-ാം തീയതി വൈകുന്നേരം 5:30 എന്ന് പറഞ്ഞാൽ 16 വയസ്സും 2 മാസവും 12 ദിവസവുമാണ് വിവാഹം നടക്കുമ്പോൾ മോണാലിസയ്ക്ക് പൂർത്തിയായിട്ടുള്ളത്. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. ശൈശവ വിവാഹമാണ്, നിയമത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമാണ്. അതിന് കൂട്ടുനിന്നതാകട്ടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും രാജ്യസഭാംഗവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകക്ഷിയെ ഭരണമുന്നണിയെ നയിക്കുന്ന CPIM-ൻ്റെ സംസ്ഥാനത്തെ മേധാവിയുമാണ്. മുൻകൈയെടുത്ത് രാജ്യത്തെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പെടുത്താനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മുസ്ലിം വോട്ട് പ്രാപ്തമാക്കാനും വേണ്ടി ഈ പെൺകുട്ടിയുടെ ജീവിതം ബലി കൊടുത്തുകൊണ്ട് ഒരു വിവാഹം നടത്തി കൊടുത്തത്. ഇതിൽ വളരെയധികം ദുഃഖിതരാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. അവരാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുള്ളത്. ആ മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് മധ്യപ്രദേശ് പോലീസ് പ്രതികളെ തേടി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊരു വിവാഹം നടത്തിയാൽ, അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഒത്താശ ചെയ്തിട്ടുള്ള എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരാകും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനും പാർട്ടി സെക്രട്ടറിയും രാജ്യസഭാംഗവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം ഭരണാധികാരികളും എല്ലാം പ്രതിസ്ഥാനത്തേക്ക് പോകുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രതികളെ തേടി മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തുന്നു എന്ന് വാർത്ത കേൾക്കുന്നുണ്ട്. മാത്രമല്ല അവർ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്ന വാർത്തയും കേൾക്കുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കീഴിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V ശിവൻകുട്ടി. നേമത്ത് അതിരൂക്ഷമായ പോരാട്ടം നടക്കുകയാണ്. BJPക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് നമ്മുടെ സിറ്റിംഗ് MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായ V ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്നും മധ്യപ്രദേശ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഇങ്ങനെ ഒരു ശൈശവ വിവാഹം വ്യാജരേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊടുക്കുകയും ഈ വ്യാജരേഖ നിർമ്മിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്ത കുറ്റത്തിന് മധ്യപ്രദേശ് പോലീസിൻ്റെ പിടിയിലാകാൻ പോകുന്നത് ആരൊക്കെ എന്നതാണ്
വരും ദിവസങ്ങളിൽ ഇനി അറിയാൻ പോകുന്ന കാര്യം? വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.